ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, ഇപ്രാവശ്യം ഒരു ഊട്ടി യാത്രയാണ്. കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ഊട്ടിയിലേക്കൊരു യാത്ര. ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഊട്ടി ക്ലൈമറ്റ്, അതുപോലെ സിനിമ, വീഡിയോ, യൂട്യൂബ്, പലയിടത്തായി ഊട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഊട്ടിയുടെ ഒരുപാട് അനുഭവങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നേരിട്ട് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ ഊട്ടി നിർബന്ധമായും പോകുമെന്ന് തീരുമാനിച്ചിരുന്നു. ഈ ആഗ്രഹം ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞപ്പോൾ അവരും ഫാമിലിയും വരാമെന്ന് ഏറ്റു. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലിയുമായി രാവിലെ 4:30 തന്നെ വീട്ടിൽ നിന്ന്, കാസർഗോഡ് എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പോയത് ബന്തെടുക്ക വഴി മൈസൂർ ടച്ച് ചെയ്ത് അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ്. അത് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു. ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് എന്തായിട്ടും ബന്ദിപ്പൂർ വഴി തന്നെ പോകണമെന്ന് എന്നോട് അറിയുന്നവരൊക്കെ പറഞ്ഞായിരുന്നു. ഒരുപാട് അനിമൽ സൈറ്റൊക്കെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് തന്നെ പ്ലാൻ ചെയ്തു. പറഞ്ഞത് പോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾക്ക് കുറച്ച് നല്ല അനിമൽ സൈറ്റ്സൊക്കെ കിട്ടി. ഭീകരന്മാരെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരുപാട് മാൻ എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റുന്ന ഇതിലപ്പുറം മാനുകളെ കണ്ടു. പിന്നെ എന്ന് പറയുമ്പോൾ ആനയെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു. അങ്ങനെ എന്നാലും നല്ലൊരു യാത്ര. മൃഗങ്ങളെ കണ്ടു എന്നുള്ളതിനപ്പുറം ഫോറസ്റ്റിലൂടെയുള്ള യാത്ര അത് ഭയങ്കര നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു 30 കിലോമീറ്റർ സ്പീഡ് മാത്രമാണ് ഫോറസ്റ്റ് അനുവദിക്കുന്നത്. അതിലെ കൂടി ഒരു സ്ലോ ഡ്രൈവ് ആസ്വദിച്ചുകൊണ്ട് പോയി. ഫോറസ്റ്റ് സ്ട്രിക്റ്റാണ്. അതായത് നമ്മൾ തല പുറത്തിടാൻ പാടില്ല, റൂഫ് തുറക്കാൻ പാടില്ല. അതിന് കാരണം അവർ പറയുന്നത് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. റൂഫ് തുറന്നു കഴിഞ്ഞാൽ പാമ്പുകളകത്തേക്ക് വരുന്നുണ്ട്, മരത്തിൽ നിന്ന് ചാടി അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അനിമൽസിൻ്റെ ആക്രമണം. അതൊക്കെ കൊണ്ടാണ് അവർ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യം, ഇപ്പോൾ പഴയ അതിൽ ഒരുപാട് മെച്ചപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സ്ട്രിക്ട്ലി ബാൻഡാണ്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് നമ്മളെ കയ്യിൽ കണ്ടാൽ ഫൈനാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും ചെറുതായിട്ട് തുടങ്ങുക എന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസമാണ്. എങ്കിലും നമ്മൾ ഫോറസ്റ്റിൽ അവിടെ ഇവിടെയായി പ്ലാസ്റ്റിക് ബോട്ടിലുകളും കവറുകളും കാണുന്നുമുണ്ട്. ശരിക്കും ഇനി എപ്പോഴാണ് നമ്മളെ നാട്ടുകാർ മാറുന്നതെന്ന് അറിയത്തില്ല. കണ്ടോ, മാനുകൾ കിടന്ന് നല്ല ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയാണ്. ഈ മാനിനെ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ പുലി ഇല്ല എന്ന്. വെച്ചാൽ അത്ര സേഫായിട്ട് അവിടെ കിടക്കത്തില്ലല്ലോ. മരങ്ങളുടെ ഒരു കളി തന്നെയാണ്. എത്ര തരം മരങ്ങളാണ്. പിന്നെ നല്ല റോഡ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നമുക്ക് ആസ്വദിച്ച്. പക്ഷേ ഏകദേശം ഒരു 10-200 മീറ്റർ പോകുമ്പോൾ തന്നെ ഓരോ സ്പീഡ് ബ്രേക്കർ ഉണ്ട്. പിന്നെ എല്ലാ വാഹനങ്ങളും പതുക്കെ തന്നെയാണ് പോകുന്നത്. ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ അവർ പറത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കാണുകയാണെങ്കിൽ പിന്നെ ഫൈൻ കിട്ടും. നമ്മളെ സ്പീഡും നമ്മളെ ആക്ടിവിറ്റീസും എല്ലാം അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് CCTVയും അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്ട്രിക്ട്ലി പറയുന്ന വേറൊരു കാര്യം വെച്ചാൽ ഒരു കാരണവശാലും വാഹനം നിർത്തരുത്. അതായത് നിങ്ങൾ എത്ര സ്ലോ സ്പീഡിൽ വേണമെങ്കിലും പോയിക്കോളൂ, പക്ഷേ വാഹനം ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. വെച്ചാൽ പല അപകടങ്ങളും മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ നിർത്തിയിട്ടില്ല, പക്ഷെ വളരെ സ്ലോ സ്പീഡിൽ പോയി. ബന്ദിപ്പൂർ ഫോറസ്റ്റ് സൂപ്പർ തന്നെയാണ്. അത് ഞങ്ങൾ ഏകദേശം 4:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്ക് തന്നെ ഞങ്ങൾ മൈസൂർ കടന്നു. മൈസൂർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കടന്നു. അവിടെ നിന്ന് കുറച്ച് ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഫോറസ്റ്റിനകത്ത് കയറും. യാത്രാ ക്ഷീണം ഒട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ തന്നെയാണ്, ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയും വളരെ ആസ്വദിച്ചുള്ള യാത്ര. അധികം സ്പീഡിലൊന്നും പോയിട്ടില്ല. പിന്നെ അളിയൻ്റെ പുതിയ
താർ റോക്സ് വാഹനവും അതിൻ്റെ യാത്രാ കംഫർട്ടും ആയിരിക്കാം യാത്രാ ക്ഷീണം ഇല്ലാതിരുന്നത്. അവിടെ ഒരു ആനയെ കണ്ട സന്തോഷത്തിലായിരുന്നു ഞങ്ങളൊക്കെ. കാട്ടാനയെ കണ്ടേ എന്ന് കൂകി വിളിച്ച് നോക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ഒരാൾ. അപ്പോൾ അത് കാട്ടാനയല്ല എന്ന് ഉറപ്പായി. ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ ഫോറസ്റ്റിൽ ഒരു ആനയെ കൂടി കണ്ടു. മാന് കണ്ട് മടുത്തിരിക്കുന്ന സമയത്ത്. പക്ഷെ അടുത്തിരുന്നപ്പോഴാണ് അതിൻ്റെ മുകളിൽ ഒരു ആശാന ഇരിക്കുന്നതാണ്. പക്ഷേ ഇത് കാട്ടാനയാണ്, ഇത് ഒറിജിനൽ കാട്ടാനയാണ്. ഇത് കുറച്ച് ദൂരത്താണ്, പക്ഷെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ പുറത്തിറങ്ങാറായി. ശ്രീശാന്തിൻ്റെ മാസ്മരിക ഡ്രൈവിംഗ്, അതും മാനുകളെ കണ്ടുകൊണ്ട്. നോക്കൂ എത്രയാ മാൻ. എല്ലാം നമ്മുടെ അവിടെ വണ്ടി നിർത്തി കൊടുത്തിട്ടാകുമ്പോൾ നമ്മുടെ മുന്നിലൂടെ തന്നെ അത് ക്രോസ് ചെയ്തു. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നിലൂടെ അവർ കടന്നുപോയത്. മനുഷ്യന്മാർക്ക് പോലും ഇത്രയും ഇതില്ല. അത് കാട്ടുപോത്തുകൾ 2-3 ഉണ്ടായിരുന്നു. 3 അധികം കണ്ടു, സോറി, ഒരുപാടുണ്ട്, ഞാൻ എണ്ണിയില്ല. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുറേ മാനുകളും. നല്ല ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുകയാണ്. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും അവർക്കൊരു ഭീഷണിയല്ല എന്നവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല, അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയാലും വീണ്ടും ഫോറസ്റ്റ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അറിയില്ല ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പോഴും ആൾക്കാരൊക്കെ വളരെ കുറവാണ്. പക്ഷെ വളരെ വിശാലമായൊരു സ്ഥലം തന്നെയാണ്. ഫുള്ള് പച്ചപ്പ്. അതായത് ഒരു എന്താ പറയുക, നമുക്ക് തന്നെ ഒരു മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു യാത്രയായിരുന്നു. ചെറിയ റോഡ്, ഒരു തിരക്കില്ല. ഇനി അങ്ങോട്ടുള്ളത് ഫോറസ്റ്റ് കഴിഞ്ഞാലും ഇനി അങ്ങോട്ടുള്ളത് പ്രകൃതിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് മലകളാണ്. ഓക്കെ, അത് ഇപ്പോൾ ഒരു വീഡിയോയിൽ കണ്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. അത് പോയി കണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു കാഴ്ചകളും, അവസരം കിട്ടിയാൽ ഈ റൂട്ടിലൂടെ ഒരു ഊട്ടി യാത്ര നടത്തണമെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഫുള്ള് കോടയും ഉണ്ടാവും ഇടയിൽ, കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ ഒരു യാത്ര. കാറിൻ്റെ റൂഫിലൂടെ പുറത്തോട്ട് നോക്കി എല്ലാം മതിമറന്നുള്ള ഒരു യാത്ര. ആ കാറ്റ് ആസ്വദിക്കണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ. ഈ റൂഫ് ടോപ്പിലൊക്കെ വരുമ്പോൾ നമ്മുടെ വാഹനത്തിന് സ്പീഡ് വളരെ കുറവായിരുന്നു. ഒരു അപകടകരമായ ഒരു യാത്ര ആയിരുന്നില്ല. ഞങ്ങളൊരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ആ സമയത്ത് പോയത്. സ്ട്രെയിറ്റ് റോഡ്.
ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് കുറച്ച് യാത്ര ചെയ്താൽ പിന്നെ നമ്മൾക്ക് ആ മുന്നിൽ കാണുന്ന മല കയറുക എന്നുള്ള ഒരു കഠിനമായ ദൗത്യമാണ് നമ്മൾക്കല്ല, നമ്മുടെ വാഹനത്തിന്. എനിക്ക് ഒരുപാട് ചുരം മീൻസ് ഹെയർപിൻ വളവ്. അത് വലിയ പരിചയമില്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താ, ചെറിയ റോഡിലെ തന്നെ രണ്ട് സൈഡിലേക്കും വാഹനം വരും. അപ്പോൾ ഒരു ഡ്രൈവർ കമ്മ്യൂണിക്കേഷൻ തമ്മിലുണ്ടാവണം, അല്ലെങ്കിൽ വളവ് തിരിയുന്ന സമയത്ത് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആണെങ്കിൽ അവർ മറ്റേ വാഹനം കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി അവർ സ്റ്റോപ്പ് ചെയ്യും. മറ്റേ വാഹനം കടന്നു പോയ ശേഷം അവർ പോകും. പുതിയ ഡ്രൈവർമാർക്ക് ആ ഒരു ക്ഷമ കാണാറില്ല. അവർ റോഡിൽ നിന്ന് ഹോണടിക്കുകയായിരിക്കും ചെയ്യുക.